ചാൾസ് രാജകുമാരന്റെ സംശയരോഗം. ബക്കിൻഹാം കൊട്ടാരത്തിന്റെ വെളിച്ചത്തിനും ഇരുട്ടിനും തമ്മിലുള്ള ഇടവേളയിൽ രാജകുമാരൻ ചാൾസ് ഏകാന്തതയുടെ പെരുമഴയിൽ തളരുകയായിരുന്നു. അവന്റെ മുന്നിൽ ഒരു കത്ത് പെൻസിൽവാനിയയിൽ നിന്നുള്ള ആരോ അയച്ചത്. ഹാരി യഥാർത്ഥത്തിൽ നിങ്ങളുടെ മകനാണെന്ന് എങ്ങനെയാണ് ഉറപ്പാക്കുന്നത്? ആ കത്ത് ഒരു കച്ചവടക്കാരൻ അയച്ചതാണെന്ന് ചാൾസിന് മനസ്സിലായിരുന്നു. എങ്കിലും കത്തി പോലെ കയറുന്ന ആ ചോദ്യം അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് 15 വർഷമായി ഒരു കുഴിമാടം പോലെയാണ് മാറിയിരുന്നത്. ഹാരിയുടെ ചുണ്ടിന്റെ ചിരി ഡയാനയുടേത് തന്നെയാണെന്നതിൽ സംശയമില്ല. എന്നാൽ അവന്റെ മുന്നിലിരിക്കാൻ എന്റെ ശരീരമാകെ വിറക്കുന്നത് എന്തുകൊണ്ടാണ്? ചാൾസ് ചിന്തിച്ചു. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുടെ ഭാരം ഒരു പിതാവായ ചാൾസിനെ കുടഞ്ഞു. ഹാരിയുമായി അദ്ദേഹം സൗഹൃദപരമായതും എന്നാൽ അകലെ നിൽക്കുന്നതുമായ ബന്ധം പുലർത്തുകയായിരുന്നു. ഹാരിയും തന്റെ ആത്മകഥയിൽ ചാൾസിന്റെ സംശയങ്ങളെക്കുറിച്ചുള്ള ഒറ്റരേഖ സൂചനകൾ ഇട്ടിരുന്നു. ഒരു രാത്രി ന്യൂയോർക്കിലെ ഒരു അഭിമുഖത്തിൽ ഹാരി ചോദിക്കപ്പെട്ടു, ചാൾസ് രാജകുമാരനാണ് നിങ്ങളുടെ പിതാവെന്നതിൽ നിങ്ങൾക്ക് സംശയമുണ്ടായിട്ടുണ്ടോ? ഹാരി ചിരിച്ചു പറഞ്ഞു, അദ്ദേഹം എന്നെ ഒരു പ്രിൻസ് ആക്കി വളർത്തി. അതെല്ലാം ഒരു നാടകമായിരുന്നെങ്കിലും സ്നേഹമുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ കൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത്. ആ വാക്കുകൾ ചാൾസ് തിരക്കഥയായി വായിച്ചു. അദ്ദേഹം വീണ്ടും ആ കത്തെടുക്കുകയും തീയിൽ നിർത്തുകയും ചെയ്തു. ഒരു രാജകുമാരന്റെ ജീവിതം എന്തുകൊണ്ടും വിലയിരുത്തപ്പെടുമ്പോൾ ചില മറുപടികൾ ഒരിക്കലും ശരിക്കും അറിയാൻ പറ്റില്ല. എന്നാൽ സ്നേഹത്തോടെ നടന്നു പോകുമ്പോൾ അതിനേക്കാൾ വലിയ സത്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സത്യത്തിൽ സംശയം വരുമ്പോഴും ബന്ധങ്ങൾ ആദരവോടെയും സ്നേഹത്തോടെയും മുന്നോട്ടു പോകണം. ഹാരിയും ചാൾസും തമ്മിലുള്ള ബന്ധത്തിൽ ഉണ്ടായ വിവാദങ്ങൾ എത്രത്തോളം യാഥാർത്ഥ്യമുള്ളതായിരുന്നെങ്കിലും ആ ബന്ധം തകരാതെ ഇരിക്കാനുള്ള ശ്രമം തന്നെയാണ് ഓരോ മനുഷ്യരും മനസ്സിൽ വഹിക്കേണ്ടത്.